മക്കളെ, അപ്പൊ നമ്മുടെ CBSE 10ാം ക്ലാസ്സിന്റെ ചാനലിൽ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പാർട്ടായിട്ട് ലൈവുകളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഓൾറെഡി നമ്മൾ മാത്സ് സ്റ്റാർട്ട് ചെയ്തു, അതേപോലെ ഫിസിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മിസ് കുറച്ചുകൂടെ ഹാപ്പിയാണ്, കാരണം നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പാർട്ടായിട്ട് നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഓരോ ചാപ്റ്റേഴ്സും നമ്മളിങ്ങനെ ഓരോ പാർട്ടായിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു, അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്റർ നമ്മൾ വിട്ടോ, അല്ലെങ്കിൽ ഇനി നമ്മൾ ആ ചാപ്റ്ററിന് എന്തെങ്കിലും ലൈവുകൾ വെക്കുന്നുണ്ടാവോ? ഇനി അഥവാ ലൈവ് വെക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് ആയിരിക്കോ? എന്തായിരിക്കും ഇനിയുള്ള ലൈവിൽ ഉണ്ടായിരിക്കാം? ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പം ആദ്യം തന്നെ മിസ് പറയാണ്, എന്തായാലും ഒരു ചാപ്റ്റർ നമ്മൾ ഓരോ പാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ അത് വിടില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചാപ്റ്റർ പക്ക എന്റെ മക്കൾക്ക് സെറ്റ് ആക്കി തന്നിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ ലൈവ് ഒക്കെ ഓരോ ചാപ്റ്റേഴ്സിനെയും എൻഡ് ചെയ്യുള്ളൂ. അപ്പം അടുത്തതായിട്ട് നമ്മുടെ കെമിസ്ട്രി ഓൾറെഡി ചാപ്റ്റർ കഴിഞ്ഞതുകൊണ്ട് അടുത്തതായിട്ട് ഒരു അടിപൊളി ലൈവ് ആയിട്ട് മിസ് വരുന്നുണ്ടായിരിക്കും ചൊവ്വാഴ്ച. പക്ഷെ ലൈവ് എന്താണെന്നുള്ളത് സർപ്രൈസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മിസ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക? ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കോ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക.